ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 6 മാസം പ്രായമാകുമ്പോൾ തൊട്ട് കുഞ്ഞു വാവുകൾക്ക് കൊടുക്കേണ്ട കുറുക്കുകളെ കുറിച്ചാണ്. ഏതൊക്കെ കുറുക്കാണ് ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം എല്ലാ പാരൻസും, അമ്മമാരും പാരൻസും ഒക്കെ കുട്ടികൾക്ക് എന്ത് ഫുഡ് കൊടുക്കണം, എന്ത് കൊടുത്താലാണ് അവരുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്, അവരുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കൺസേൺ ആണ് അവർക്ക് എന്ത് ഫുഡ് കൊടുക്കണം എന്നതിനെക്കുറിച്ച് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് 6 മാസം തൊട്ടുള്ള കുട്ടികളാണെങ്കിൽ ആ പാരൻസ് ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഇനിയൊരു ഫുഡ്, പുതിയൊരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് അവർക്ക് വീനിങ് ആണ്. വീനിങ് എന്ന് പറയുമ്പോൾ അപ് ടു 6 മന്ത്സ് നമ്മുടെ കുട്ടികൾക്ക് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം മതി. ആഫ്റ്റർ 6 മന്ത്സ് ആണ് നമ്മുടെ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കട്ടി ആഹാരത്തിലോട്ട് കടക്കുന്നു. അപ്പോൾ ഈ ഒരു കട്ടി ആഹാരത്തിലോട്ട് കടക്കുന്ന സ്റ്റേജിലാണ് ഇനി ഏത് ഫുഡ് കൊടുക്കണം, ഏത് ഫുഡാണ് ബെസ്റ്റ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കറിയാം, ആരംഭത്തിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകളും കുറുക്ക് കൊടുത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുറുക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റുന്ന 2 ബെസ്റ്റ് കുറുക്കുകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സും കൂടിയാണ് പറയാൻ പോകുന്നത്, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്ന് കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറുക്കെന്ന് പറയുന്നത് കായയുടെ കുറുക്ക് തന്നെയാണ്. കായപ്പൊടി, അതായത് നമ്മുടെ കുന്നംകായ. അതല്ലെങ്കിൽ കുന്നംകായ കിട്ടാത്തവർക്ക് ഏത്തവാഴയ്ക്ക് ഉപയോഗിക്കാം. കുന്നംകായ ആണെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റാണ്. കാരണം കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷനും ഗ്യാസ് പ്രോബ്ലംസ് ഇതൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതായത് ദഹന പ്രോബ്ലംസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഏറ്റവും ഫസ്റ്റ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കുന്നംകായ. പല നാടുകളിൽ പല രീതിയിലാണ്, ചുണ്ടില കണ്ണ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു വാഴക്കയുടെ പൊടി കുട്ടികൾക്ക് കൊടുക്കുന്നത് ബെസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും കൂടി പറയാം. ഇപ്പോൾ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുന്നം വാഴയുടെ കൊല തൊലി കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് കഴുകി വെയിലത്തിട്ട് ഉണക്കി അത് പൊടിച്ചിട്ട് നമുക്കൊരു ടിന്നിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം, കുട്ടിക്ക് ആവശ്യാനുസരണം ഒരു സ്പൂണോ 1/2 സ്പൂണൊക്കെ ആരംഭത്തിൽ ആവശ്യം വരുള്ളൂ. പിന്നെ 1 സ്പൂൺ 2 സ്പൂൺ അത് കുട്ടികൾ എത്ര കഴിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി അത് വീട്ടിലുണ്ടാക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മളിവിടെ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുന്നം കായപ്പൊടി ചെയ്യുന്നുണ്ട്. വുമൺ ടു ഫ്ലൈ എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ വുമൺ ടു ഫ്ലൈയുടെ അണ്ടറിൽ നമ്മൾ ഈ ഒരു ബേബി ഫുഡുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാവത്തില്ല. വർക്കിംഗ് വുമൺസ് ഉണ്ടാവും, പിന്നെ പല പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാക്കാൻ സാധിക്കാത്തവർ, അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് 100% നാച്ചുറലായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പോലത്തെ ഫുഡ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടും കേട്ടോ. ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയാണ്. വിത്തിൻ 7 ഡേയ്സ് നിങ്ങൾക്കൊക്കെ വീട്ടിൽ പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇത് ബോട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ ബോട്ടിൽ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം കുട്ടികൾക്ക് ആവശ്യാനുസരണം ആദ്യം നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണൊക്കെ ആവശ്യം വരുള്ളൂ. കാരണം ആദ്യമൊക്കെ ആദ്യത്തെ തവണ നമ്മൾ കൊടുക്കുമ്പോൾ 2-3 സ്പൂണൊക്കെ കുട്ടികൾ കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നാവുകൊണ്ട് തട്ടിക്കളയും. അത് എല്ലാ കുട്ടികളുടെയും ഒരു റിയാക്ഷനാണ്. ആദ്യം തന്നെ കൊടുക്കുന്ന ഫുഡ് തട്ടിക്കളയുക എന്നുള്ളത്, നാവുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് തള്ളിക്കളയും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, 1 സ്പൂൺ പൊടിയെടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം, ആരംഭത്തിൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ. കാരണം പാല് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ ജലദോഷം പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ വെള്ളം ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഷുഗർ, സോൾട്ടൊന്നും ആരംഭത്തിൽ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് കുറച്ച് രുചിയൊക്കെ കിട്ടണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി സോൾട്ട് വേണമെങ്കിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊന്നെങ്കിൽ ഇത്തിരി പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ശർക്കരയില്ലേ, ശർക്കര ആഡ് ചെയ്യാം. പക്ഷേ ശർക്കര ഡയറക്റ്റ് ആഡ് ചെയ്യരുത്. അത് ശർക്കര വാങ്ങിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് ശർക്കര മൊത്തം അലിയിപ്പിക്കുക. അതിനുശേഷം അത് അരിച്ചെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇഷ്ടംപോലെ മണലും തരിയും കട്ടയൊക്കെ ഉണ്ടാവും. അരിച്ച് അതെല്ലാം കളഞ്ഞതിന് ശേഷം ആ ഒരു ശർക്കരയുടെ വെള്ളം നിങ്ങൾ വീണ്ടും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കുറച്ചധികം തിളച്ച് നിങ്ങൾക്കത് ഒരു കട്ടി മീൻസ് ഒരുപാട് കട്ടിയല്ല, കുറച്ച് തിക്കായിട്ട് വരും. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് തണുപ്പിച്ചതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യാനുസരണം അതിൽ നിന്ന് സ്പൂൺ കൊണ്ട് കുറച്ച് കോരി നമ്മുടെ ഈ ഒരു കുറുക്കുണ്ടാക്കുന്നതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കുറുക്കുക. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇനി കുറുക്കിൻ്റെ കണ്ടീഷൻ വേണ്ടതെന്നും കൂടി പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പൊടിയെടുത്തു, വെള്ളം ചേർത്തു, ആവശ്യത്തിന് ശർക്കര അല്ലെങ്കിൽ പനങ്കൽക്കണ്ട ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ആദ്യം ഇളക്കി മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് ഇളക്കി ചെറു ചൂടിൽ ഇങ്ങനെ ഇളക്കി അത് നമുക്കറിയാൻ പറ്റും കുറുകി വരും. കുറുകി അതൊരു സെമി സോളിഡ് ആവുന്ന രീതിയിൽ വരും. അതായത് ഒരുപാട് തിക്കല്ല. ആദ്യമൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ലൂസായിട്ട് പിള്ളേർക്ക് കൊടുക്കാം. പിന്നീട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി തിക്കാക്കി കൊണ്ടുവരാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു സെമി സോളിഡ് ലെവൽ, അത്യാവശ്യം തിക്കായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആരംഭത്തിൽ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേ ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ലൂസാക്കി കൊടുക്കാവുന്നതാണ്. കാരണം കുട്ടികൾ അതെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ നിങ്ങൾ കുറച്ചും കൂടി സെമി സോളിഡ് ലെവലിലോട്ട് കൊണ്ടുവരാം. നമ്മൾ കുറുക്കുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കാണാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ചെറു ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 10-15 ദിവസം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാത്രം കൊടുത്താൽ മതി.
കുട്ടികൾ അവരുടെ സ്റ്റൊമക്ക് ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും അലർജി ഉണ്ടോ, കാരണം എല്ലാ കുട്ടികൾക്കും എല്ലാ ഫുഡും പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീരീഡ് പറയുന്നത്, ഈ ഒരു 50 days പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കഴിഞ്ഞ ശേഷം അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഫുഡ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ രണ്ടാമത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഫുഡാണ് റാഗി. മുത്താറി, പഞ്ഞിപ്പുല്ല് എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്ന റാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാഗിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ റാഗിയുടെ ഔഷധ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കാൽസ്യം റിച്ച് ആണ്, അതുപോലെ തന്നെ അയൺ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ റാഗി എന്ന് പറയുന്നത്. ഈ വാഴയ്ക്കപ്പൊടി അതുപോലെ തന്നെയാണ് കുന്നങ്കായപ്പൊടി എന്ന് പറയുന്നതൊക്കെ നമുക്ക് വൈറ്റമിൻ റിച്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഹെൽത്തിനെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും ഗ്രോത്തിനെയും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഒക്കെയാണ് നമ്മുടെ ഈ ഒരു കുന്നങ്കായപ്പൊടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ റാഗി പൗഡറിലും, റാഗി എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കാൽസ്യം റിച്ച് ആണെന്നുള്ളതാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെ തവിട് ഉണ്ട്. അപ്പോൾ ഈ തവിട് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്നും കൂടി പറയാം. കാരണം റാഗി കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു കണ്ടുവരുന്ന 2 രീതിയുണ്ട്. ചിലർ റാഗി കഴുകി ഉണക്കി പൊടിച്ച് അത് കുറുക്കാക്കി കൊടുക്കും. ചിലരെന്ത് ചെയ്യും, തലേ ദിവസം റാഗി വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ ആ ഒരു അരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അരിച്ചെടുത്തിട്ട് ആ ചണ്ടി എടുത്ത് കളയും. എന്നിട്ട് ആ ഒരു പാല് മാത്രം എടുത്തിട്ട് കുറുക്കി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ ഈ വേസ്റ്റ് എന്ന രീതിയിൽ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു തവിട്, അതിലാണ് ആക്ച്വലി വേണ്ട നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഏത് രീതിയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കേണ്ടത്, അതായത് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്ന രീതി, ആ രീതി തന്നെ. അരച്ച് അതിൻ്റെ പാല് മാത്രം എടുത്തുള്ള രീതി ഒരിക്കലും നല്ലതല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റാഗിയുടെ എല്ലാ ഗുണങ്ങളും കുട്ടികൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കഴുകി ഉണക്കി നിങ്ങൾക്ക് വീട്ടിൽ സാഹചര്യമുള്ളവർക്ക് കഴുകി ഉണക്കി പൊടിച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വുമൺ ടു ഫ്ലൈയുടെ അണ്ടറിൽ സെയിം നമ്മൾ റാഗി പൗഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ റാഗി പൗഡർ കാണിക്കാം. ഇത് നമ്മൾ റാഗി പൗഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സെയിം ചെയ്യുന്നുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിലെത്തുന്നതാണ്. ഇനി ഇത് കുന്നങ്കായപ്പൊടി നമ്മുടെ ചെറിയ ബോട്ടിലാണ്, ചെറുതും വലിയ ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുന്നങ്കായപ്പൊടിയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി റാഗി നമ്മൾ കൊടുക്കേണ്ട രീതി സെയിം നമ്മൾ നമ്മുടെ ഏത്തവാഴയ്ക്കപ്പൊടി കുന്നങ്കായപ്പൊടിയൊക്കെ കുറുക്കി കൊടുക്കുന്ന പോലെ തന്നെയാണ്. അത് പൊടി ആവശ്യത്തിന് എടുക്കുന്നു, ആവശ്യത്തിന് പനകൽക്കണ്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കുറുക്കി വെക്കണം, ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞിരുന്ന ശർക്കര ഉണ്ടല്ലോ, അതിന് ശർക്കര പാനിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 10-15 ജ്യൂസ് നിങ്ങൾ കണ്ണങ്കായപ്പൊടി മാത്രം കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ റാഗിയും കൂടി കൊടുക്കുക. അപ്പോൾ റാഗി കൊടുക്കുമ്പോൾ റാഗി മാത്രമല്ല, ഒരു നേരം നമ്മുടെ കുന്നം വാഴയ്ക്കപ്പൊടി തന്നെ കൊടുക്കുക, അടുത്തൊരു നേരം റാഗി, അങ്ങനെ 2 പ്രോഡക്റ്റ് കൊടുക്കുക. അപ്പോൾ അത് കുട്ടികൾ അതിനോട് എങ്ങനെ വരുന്നു, റിയാക്ട് ചെയ്യുന്നു നോക്കുക. റാഗി കുട്ടികൾക്ക് നോർമലി പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഈ തവിട് കൂടി കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാം. തവിട് എന്ന് പറയുമ്പോൾ ഫൈബർ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് സംഭവിക്കുക, നമ്മുടെ മോഷൻ നന്നായിട്ട് പോവുക, കുട്ടികളുടെ മോഷൻ നന്നായിട്ട് പോവുക. സോ അതുകൊണ്ട് നമ്മൾ ഈ തവിട് കളഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലാണ് കുട്ടികൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾസ് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ആരംഭത്തിൽ കൊടുക്കേണ്ട കുറുക്കുകൾ. പിന്നീട് നമുക്ക് മറ്റു ഫുഡിലോട്ടൊക്കെ കിടക്കാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 6 മാസത്തിന് ശേഷം 6 to 12 മന്തിൽ നമ്മൾ എന്തൊക്കെ ഫുഡ് കൊടുക്കാമെന്ന്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും ആദ്യം കൊടുക്കേണ്ട 2 സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്, നമ്മുടെ 2 കുറുക്ക് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ എല്ലാവരും ഈ 2 ഫുഡ് തന്നെ ഇനീഷ്യലി കൊടുത്തു തുടങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് ഏറ്റവും പ്യൂറായിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കണം. സോ അതുകൊണ്ട് വീട്ടിൽ ചെയ്യാൻ സാധിക്കാത്തവർക്കൊക്കെ നിങ്ങൾക്ക് 100% ട്രസ്റ്റുള്ള ബ്രാൻഡ് മാത്രം ചൂസ് ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രാൻഡാണ്. കാരണം ഇത് ഞാൻ സൂപ്പർവിഷനിൽ തന്നെ ഇവിടെ വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്ക് 100% അഷ്യൂർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ എങ്ങനെ കൊടുക്കുമോ. എൻ്റെ കൊച്ചിന് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക, എൻ്റെ കൊച്ചിന് ഓൾറെഡി ഈ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കൊച്ചിന് എങ്ങനെ കൊടുക്കും, എൻ്റെ സ്വന്തം കൊച്ചിന് ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും കാണുന്നത്. അപ്പോൾ അതേ രീതിയിൽ അതേ ക്വാളിറ്റിയിലാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. താങ്ക്